അരുൺ 1998 ഞാൻ ഡൽഹിയിലെത്തുമ്പോഴാണ് സീതാറാം യെച്ചൂരിയെ പരിചയപ്പെടുന്നത്. അന്ന് അദ്ദേഹം CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. മാത്രമൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിരന്തരം സമ്പർക്കം നടത്തേണ്ടി വരുന്ന ഒരു പാർട്ടിയാണല്ലോ CPM എന്ന് പറയുന്നത്. അപ്പോൾ ആ CPM-ൻ്റെ ദേശീയ നേതൃത്വത്തിൽ എപ്പോഴും നമ്മളുമായി സംസാരിച്ചു കൊണ്ടിരുന്നത്, ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. അതിനുശേഷം പിന്നെ 2004 സീതാറാം യെച്ചൂരി വളരെ പ്രധാനപ്പെട്ടൊരു റോള് വഹിക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അത് നേരിട്ട് കാണാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മളിരിക്കുമ്പോൾ സീതാറാം യെച്ചൂരിയുടെ അൺടൈംലി ഡെത്താണ്. 72 വയസ്സേ ഉള്ളൂ. അത് മരിക്കേണ്ട ഒരു പ്രായമല്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിനുണ്ടായ ഒരു രോഗബാധ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനും കഴിയില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഈ സമയം ഒരു അകാല മരണമാണ് യെച്ചൂരിയുടേതെന്ന് പറയുന്നത്? അത് അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ട് മാത്രമല്ല, അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് ഇനി ഇന്ത്യയിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു സമയത്താണ് സീതാറാം യെച്ചൂരിയെ പോലെ ആ രാഷ്ട്രീയ ബദലിന് വഴി കാണിക്കേണ്ട ഒരു നേതാവ് ദേശീയ രാഷ്ട്രീയത്തിന് നഷ്ടപ്പെടുന്നത്. അത് CPM-ൻ്റെ മാത്രം നഷ്ടമല്ല. പക്ഷേ 2024 നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരാശയ നിർമ്മാതാവാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നതിൻ്റെ തുടക്കം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന 2004 2004 CPM-ൻ്റെ ഒരു ഔദ്യോഗിക ലൈൻ എന്താ? ഒരേപോലെ ശത്രുക്കളാണ് BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും. BJP വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. കോൺഗ്രസ് സാമ്രാജ്യത്വ ശക്തികൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന, സാമ്രാജ്യത്വ ശക്തികളോട് വിധേയത്വം പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒരേ സമയം ഒരേപോലെ അപകടകാരികളാണെന്നുള്ളതാണ് CPM-ൻ്റെ ഒരു ഔദ്യോഗിക പാർട്ടി ലൈൻ. ആ സമയത്ത് 2004 വാജ്പേയി സർക്കാർ പരാജയപ്പെടുമ്പോൾ പുതിയൊരു സർക്കാർ രൂപീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്ത് എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത്, അന്ന് ഏറ്റവും വലിയ വിജയം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടായൊരു സമയമാണ്. 62 MP-മാരാണ് അന്ന് എല്ലാ ഇടതുപക്ഷ പാർട്ടികൾക്കും കൂടി ഉള്ളത്. അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്ത് എടുക്കുന്ന തീരുമാനം കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കട്ടെ എന്നുള്ളതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം സോണിയാഗാന്ധി 10 ജൻപത്തിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ സുർജിത്താണ് ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് UPA അധികാരത്തിൽ കൊണ്ടുവരുന്നത്. ആ UPA അധികാരത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ മുഴുവൻ വർക്കും ചെയ്തത് സീതാറാം യെച്ചൂരിയാണ്. അന്ന് ആ ലൈനിനോട് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്, പ്രകാശ് കാരാട്ട് അടക്കമുള്ള വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അന്ന് ജ്യോതി ബാസു പോലും ഈ പറയുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ നിലപാടിനെയാണ് പിന്തുണച്ചത്. ഞാൻ 2004 ആ തെരഞ്ഞെടുപ്പിൽ കൽക്കട്ടയിൽ പോയി ജ്യോതി ബാസുവിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അന്ന് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് അത്ഭുതകരമാണ്, സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണം എന്നാണ് 2004 തെരഞ്ഞെടുപ്പിന് മുമ്പ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ശക്തി ഹർകിഷൻ സിംഗ് സുർജിത്തിന് ആ പാർട്ടിയിൽ കിട്ടി. ജ്യോതി ബാസുവിനെ പോലെ തലയെടുപ്പുള്ള നേതാവ്, ബംഗാൾ ഘടകം ഒക്കെ അദ്ദേഹത്തെ പിന്തുണച്ചതുകൊണ്ട് സീതാറാം യെച്ചൂരിയൊക്കെ മുന്നിൽ നിന്നുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമായത്. എന്നാൽ 2008 എന്താ സംഭവിച്ചത്? 2008 ആ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഇന്ത്യ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ടാണ് ആ പിന്തുണ പിൻവലിക്കുന്നത്. അന്ന് സീതാറാം യെച്ചൂരി അടക്കമുള്ള ഒരു പാർട്ടിയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മൾ ആരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കാൻ പോകുന്നത്? BJP-യോടൊപ്പം നിന്നുകൊണ്ട് വോട്ട് ചെയ്യണം. ആ BJP-യോടൊപ്പം നിന്ന് വോട്ട് ചെയ്താൽ താരതമ്യേന ഈ പറയുന്ന വലിയ അപകടമല്ലാത്തൊരു കോൺഗ്രസ് പ്രസ്ഥാനത്തെ പുറത്താക്കിക്കൊണ്ട് നമ്മൾ BJP-യോടൊപ്പം ചേരുന്നു, അങ്ങനെ ഒരു പ്രശ്നം വരും. ആ രാഷ്ട്രീയ ലൈൻ നമ്മളെങ്ങനെ മറുപടി പറയും എന്നുള്ള വിഷയം ഉന്നയിച്ചതാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ. 2008 തെറ്റായ തീരുമാനത്തിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണ്? 2009 CPM-ൻ്റെ സീറ്റുകൾ എത്രയാണെന്നറിയാം? 16 സീറ്റുകളാണ് 2009. പിന്നെ ഇങ്ങോട്ട് CPM-ൻ്റെ തകർച്ചയാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയങ്ങളിലും. 2011 ബംഗാൾ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ വലിയ തിരിച്ചടികളുണ്ടായി CPM-ന് പിൽക്കാലത്ത്. നമ്മൾ 2014 പിന്നെന്താ കാണുന്നത്? ഛിന്ന ഭിന്നമായൊരു പ്രതിപക്ഷമാണ്. വളരെ ഏകപക്ഷീയമായിട്ട് നരേന്ദ്രമോദി വിജയിച്ചു വരുന്നതാണ്. 2019 അതേ വിജയം ആവർത്തിച്ചു. 2024 പിന്നെ ഒരു രാഷ്ട്രീയ ബദൽ, അത് അനിവാര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസുമായി കേരളത്തിന് പുറത്ത് എല്ലായിടത്തും സഖ്യമുണ്ടാക്കിയല്ലേ CPM മത്സരിച്ചത്, അല്ലേ? തമിഴ്നാട്ടിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും എന്തിനേറെ ബംഗാളിൽ പോലും സഖ്യമുണ്ടാക്കിയാണ് മത്സരിച്ചത്. അപ്പോൾ 2004 സീതാറാം യെച്ചൂരി അടക്കമുള്ളൊരു വിഭാഗം എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലൈനുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് BJP-യാണ്. BJP-യെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. BJP വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു, അഥവാ BJP-ക്ക് വളരാൻ ഉതകുന്ന തരത്തിൽ ഇന്ത്യയുടെ മണ്ണ് പാകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിനെ അല്ല നമ്മൾ മുഖ്യശത്രുവായി കാണേണ്ടത്. കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ബദൽ, കോൺഗ്രസിനോടൊപ്പം ഒന്നല്ല, മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ പാർട്ടികളെയും ചേർത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ബദൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് എന്ന നിലപാട് പാർട്ടിയിൽ എടുത്തിട്ടുള്ള ഒരാളാണ് സീതാറാം യെച്ചൂരി. അന്ന് സീതാറാം യെച്ചൂരി വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഒരു ചാരൻ എന്നുള്ള നിലയ്ക്കാണ്
യെച്ചൂരിയെ ഒരു വിഭാഗം വിലയിരുത്തിയത്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം, രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തെയൊക്കെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നിരുന്ന് കാണുമ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു നിലപാടെടുത്തയാളാണ് സീതാറാം യെച്ചൂരി എന്ന് നമുക്കൊക്കെ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിലൊക്കെ സീതാറാം യെച്ചൂരിയുടെ ഒരു ശൂന്യത ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയുള്ള നാളുകളിൽ വളരെ വലുതായിരിക്കും. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയെ രൂപപ്പെടുത്തുന്നതിൻ്റെ ആശയനിർമ്മിതി നടത്തുന്നത് നിശ്ചയമായും ഇടതുപക്ഷമാണ്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് CPM ആണ്. ആ CPM ആ ധാരയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് സീതാറാം യെച്ചൂരിയാണ്. സീതാറാം യെച്ചൂരിയെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. ഇന്നിപ്പം രാഹുൽ ഗാന്ധിയുടെ ആ പ്രസ്താവനയിലുണ്ടല്ലോ, ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സംരക്ഷകൻ പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തെക്കുറിച്ചല്ല പറയുന്നത്, ആ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ ആശയത്തിൻ്റെ സംരക്ഷകനാണ് നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ വരുന്ന ആളുകളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ശൂന്യതയാണ് സീതാറാം യെച്ചൂരിയുടെ ഒരു വിയോഗം ഉണ്ടാക്കുന്നത്. എല്ലാ ആളുകളുമായിട്ടും നല്ല ബന്ധം എന്നൊക്കെ പറയുന്നത് നമുക്ക് വ്യക്തിപരമായി മാറ്റിവെക്കാം. പക്ഷേ അദ്ദേഹത്തിന് വരാനിരിക്കുന്ന നാളുകളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ റോള് വഹിക്കാനുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെയാണ് നമുക്ക് രാഷ്ട്രീയ രംഗത്ത് നഷ്ടമായിരിക്കുന്നത്. Meet the editors.